ഓം ശാന്തി. മനുഷ്യന്മാരുടെ ചിന്തകളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. എത്രത്തോളം പോസിറ്റീവായ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടോ അത്രത്തോളം മനസ്സ് അതീവ ശക്തിശാലിയും നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ജീവിതം സന്തോഷവും സുഖവും ശാന്തിയും നിറഞ്ഞതാവും. അതേസമയം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളാണെന്നുണ്ടെങ്കിൽ അസന്തുഷ്ടിയും രോഗവും അതുപോലെ ദുഃഖവും ശോകവും എല്ലാം നമ്മുടെ ജീവിതത്തിലെ സമ്മാനങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റാൻ, മനസ്സിൽ നല്ല ചിന്തകളെ വീണ്ടും വീണ്ടും മൂട്ടി ഉറപ്പിക്കാനുള്ളതായിരിക്കുന്ന ഒരു നല്ല മെത്തേഡാണ് പോസിറ്റീവ് അഫർമേഷൻസ് അഥവാ ഒരു ചിന്തയെ ആവർത്തിച്ചു ഊന്നിപ്പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ശക്തി ആവാഹിക്കുന്നതായിരിക്കുന്ന ഒരു രീതി. പണ്ടത്തെ കാലത്തെ മന്ത്രജപം എന്നൊക്കെ പറയുമായിരുന്നു. മന്ത്രവും ഒരു കാര്യത്തിന് ഒരു വാക്കിന് ഒരേ ഊർജം പുറപ്പെടുവിക്കുന്ന ഒരേ ഭാവത്തിൽ നിരവധി തവണ ആവാഹിച്ച് നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സ്വന്തം ശക്തിയിലെ ഉണർത്തിയെടുത്ത് ആ ടൈപ്പ് എനർജിയെ നമ്മളുള്ളിലേക്ക് ആവാഹിക്കുന്നതായിരിക്കുന്ന രീതിയാണ് മന്ത്രോച്ചാരണ രീതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നത്. ഇഷ്ടദേവനെ അല്ലെങ്കിൽ ഇഷ്ടദേവീനെ ആ രൂപത്തിൽ ആ ഭാവത്തിൽ ആ എനർജിയുടെ ഫോമായി തന്നെ കണ്ടുകൊണ്ട് അവരുടെ രൂപത്തെ മനസ്സിൽ കണ്ട് അതിൻ്റെ ഉതകുന്ന രീതിയിലതായിരിക്കുന്ന വാക്കുകൾ മനസ്സിൽ പൂർണ്ണമായി ഉറപ്പിച്ച രൂപത്തെ കണ്ടുകൊണ്ട് ഊർജത്തെ ആവാഹിച്ചുകൊണ്ട് എനർജി സഹിതം പറഞ്ഞ് ആവർത്തിച്ച് മന്ത്രിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അതിനെ എനർജി ആവാഹിക്കുന്ന രീതിയായിരുന്നു മന്ത്രോച്ചാരണ രീതിയിലൂടെ ഉപാസനയിലൂടെ പല ശക്തികളെയും പല മൂർത്തികളെയും തൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയാക്കി മാറ്റുന്നവർ, തൻ്റെ സഹായിയാക്കി മാറ്റുന്നവർ, തൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ, ഇങ്ങനെ പല രീതിയിലുള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട്, നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട്. പോസിറ്റീവായി ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ മന്ത്രോച്ചാരണം അഥവാ ഉപാസന സാധന എന്നൊക്കെ പറയും. നെഗറ്റീവായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുമ്പോൾ അതിനെ ദുർമന്ത്രവാദം എന്നൊക്കെ പേര് വിളിക്കും. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. എനിവേ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ഉണ്ടെന്ന് ഉറപ്പാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശം വരുന്നുണ്ട്, സൂര്യൻ ഇല്ലാതാവുമ്പോൾ അവിടെ ഇരുട്ടും വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള സന്തോഷം, സ്നേഹം എന്തായിരിക്കുന്ന ഫീലിങ്സ് നമ്മുടെ ശരീരത്തിന് സുഖവും ശാന്തിയും നൽകുന്നുണ്ടെങ്കിൽ, സങ്കടം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണവും ദുഃഖവും വരുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻസും ഉണ്ട്, നെഗറ്റീവ് വൈബ്രേഷൻസും ഉണ്ട്. നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ടും നിരന്തരമായിട്ട് ഒരേ വാക്കുകളെ ആവർത്തിച്ചുച്ചരിച്ച് അതിൻ്റെ ഊർജത്തെ ആവാഹിക്കുക വഴിയും നമ്മളുള്ളിലേക്ക് പോസിറ്റീവായിരിക്കുന്ന നല്ല ഊർജത്തെ ആവാഹിച്ച് ശക്തിശാലിയായി ഒരു പ്രബലനായിരിക്കുന്ന വ്യക്തിത്വമായി മാറുന്ന സമയത്ത് അതിന് നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് അഥവാ നല്ല ചിന്ത, നല്ല വാക്കുകളുടെ എന്താ അതിന് അക്യൂറേറ്റ് ആയിട്ട് മലയാളം പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞെന്നാൽ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ നിന്ന് ആ പോസിറ്റീവായിരിക്കുന്ന എനർജി ക്രിയേറ്റ് ചെയ്ത് നിരന്തരമായി ആ കാര്യത്തെ മനസ്സിനുള്ളിൽ ഉറപ്പിച്ച് എന്താണെങ്കിലും ആ നല്ല ചിന്തകളെ മനസ്സിൽ ആവർത്തിച്ചുറപ്പിച്ച് അതിൻ്റെ പ്രതിരൂപമായി മാറുന്നതായിരിക്കുന്ന പ്രക്രിയയാണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏത് ലെവലിലേക്ക് പോലും മാനസികമായിട്ട് മെൻ്റൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന പേഷ്യൻസിനെ പോലും ഞാൻ കാണാറുണ്ട്, അറിയാറുണ്ട്. അവർക്ക് സിമ്പിളായിരിക്കുന്ന ചില വാക്കുകൾ ഇനി അവരെ കൊണ്ട് ആവർത്തിച്ച് അത് വിഷ്വലൈസ് ചെയ്ത് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെ പലതവണ വെറുതെ എഴുതിപ്പിച്ച് അവരുടെ സ്ഥൂലമായിരിക്കുന്ന കൈയും ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഒരു ലിമിറ്റ് വരെയും അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പതുക്കെ വ്യതിയാനങ്ങൾ കൊണ്ടുവന്ന് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആളുകൾ നോർമൽ ലൈഫിലേക്ക് വരുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ചിന്തകളുടെ ആവർത്തിച്ചുറപ്പിക്കുക അഥവാ പോസിറ്റീവ് അഫർമേഷൻ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏത് തലത്തിൽ നിന്ന് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുന്ന ഊർജങ്ങളാണ്. അതുകൊണ്ട് അത് ഒരിക്കലും വെറും സങ്കല്പമല്ല. സങ്കല്പം എന്നത് ഊർജമാണ്. അത് ജീവൻ ഉൾക്കൊണ്ടതായിരിക്കുന്ന ഊർജമാവും നമ്മൾ അതിനുള്ളിലേക്ക് ശക്തി കൂടി ആവാഹിച്ചുകൊണ്ട് പറയുന്ന സമയത്ത്. കാരണം ഒരു മനുഷ്യൻ്റെ ചിന്തകളാണ് അവൻ്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്നതും എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടെത്തിക്കുന്നതും. ഇന്നത്തെ ചിന്തകളിൽ 80% നാളേക്ക് അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ മനസ്സിലേക്ക് കഴിയുന്നത്ര പോസിറ്റീവ് തോട്ട്സിനെ വീണ്ടും അഫർമേഷൻസിൻ്റെ രൂപത്തിൽ അഥവാ ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് ഊന്നി പറഞ്ഞുകൊണ്ട് സ്വയം
ബോധ്യപ്പെടുത്തിയെടുത്തതായിരിക്കുന്ന ചിന്തകളെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കലവറയ്ക്കുള്ളിൽ നിധിയായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, വീണ്ടും വീണ്ടും പുനർജനിപ്പിച്ചുകൊണ്ട് അത്തരം സങ്കല്പങ്ങളിൽ നിന്ന് ഊർജ്ജം ആവാഹിക്കാൻ കഴിയുമെങ്കിൽ, നാളത്തെ നമ്മുടെ ദിവസം കുറേ കൂടെ പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് ഒന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും. രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും കുറച്ചുകൂടെ നന്നാവും. അഥവാ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഇന്നത്തെ ലോകത്ത് അധികവും സംഭവിക്കുന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ജീവിതത്തിലെ സംഘർഷങ്ങൾക്കിടയിൽ പെടുന്ന സമയത്ത്, ഒരാൾ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ, അപമാനിക്കുന്ന സമയത്ത്, അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്ന സമയത്ത്, ജീവിതത്തിൽ സാമ്പത്തികമായോ അഥവാ നമ്മുടെ ബന്ധങ്ങളുടെ രൂപത്തിലോ ഒരു നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ജീവിതത്തിലെ നഷ്ടങ്ങളോ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ വരുമ്പോൾ അതിനെ ഓർത്തോർത്ത് വിഷമിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന സമയം അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ദുഃഖം പുറത്തേക്ക് പ്രവഹിക്കും. എപ്പോഴാണോ നിങ്ങൾ ഒറ്റയ്ക്കാവുന്നത്, അവിടെ ആരോടും പറയാനാവാത്ത എല്ലാ വിഷമങ്ങളും പുറത്തേക്ക് ഒഴുകും. പലപ്പോഴും ഞാൻ പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്നോട് പറയുന്നത് കേൾക്കാറുണ്ട്, രാത്രി കരഞ്ഞ് ഞാൻ തലയോണം നനച്ചുകൊണ്ട് എൻ്റെ മനസ്സിലെ ഭാരത്തെ ഇറക്കി വയ്ക്കുമെന്ന്. അങ്ങനെ അറിയാതെ ആ ഒരു പോസിറ്റീവ് തോട്ട്സിനെ, ആ ഒരു നെഗറ്റീവായിരിക്കുന്ന കാര്യം, അത് സങ്കടത്തിൻ്റെ കാര്യമാണ്, ആരോടും പറയാനാവുന്നില്ല. നമ്മുടെ ഉള്ളിൽ തിങ്ങി വിങ്ങുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് രാത്രി കിടക്കുന്ന സമയത്ത് അഥവാ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അറിയാതെ മനസ്സിന് അത് പുറത്തേക്ക് പ്രവഹിക്കും. ചിലപ്പോൾ അത് കണ്ണുനീരായിട്ട് ഒഴുകും, അല്ലെങ്കിൽ ചുടു നിശ്വാസങ്ങളായിട്ട് ഒഴുകും. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉറക്കം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞിട്ടായിട്ട് പോകും. ഇങ്ങനെ ഒരു ദിവസത്തെ ചിന്തകൾ അറിയാതെ തന്നെ ഒരു 80% പിറ്റേ ദിവസത്തേക്ക് അറിയാതെ വന്നു പോവുകയാണ്. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കുന്ന നെഗറ്റീവ് സങ്കല്പങ്ങളുടെ ശതമാനം പിറ്റേ ദിവസം ഒരുപാട് അത്തരം അനുഭവങ്ങളെ അഥവാ അത്തരം ഫീലിങ്സ് എഗെയിൻ അത്തരം ആളുകളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ദിവസം കഴിയും തോറും നെഗറ്റീവ് ചക്രത്തിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാർ അകപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. 1, 2, 3 ദിവസങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് അത്തരം എന്തെങ്കിലും വിഷമം അനുഭവിക്കേണ്ടി വരുമ്പോൾ അറിയാതെ ആത്മവിശ്വാസം അഥവാ സെൽഫ് കോൺഫിഡൻസ് മനുഷ്യൻ്റെ ലോ ആയിട്ട് മാറും. ആത്മവിശ്വാസം കുറയുന്ന മനുഷ്യൻ്റെ കർമ്മത്തിൽ അതനുസരിച്ച രീതിയിലുള്ളതായിരിക്കുന്ന പ്രഭാവം കുറയും. അവരുടെ കർമ്മം ചെയ്യുന്നതായിട്ടുള്ള എഫിഷ്യൻസി കുറയാൻ തുടങ്ങും, കർമ്മകുശലത കുറയാൻ തുടങ്ങും, കാര്യങ്ങളുടെ പ്രവർത്തന രീതിയിൽ അവർക്ക് ഇൻസൈറ്റ് കുറയാൻ തുടങ്ങും, കാര്യങ്ങളെ ഇൻഡ്യൂഷനോടെ മനസ്സിലാക്കി ചെയ്യാനുള്ള അവരുടെ ശക്തി നഷ്ടമാവും. ചുരുക്കം പറഞ്ഞ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഒരു ജീവിതം ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ചിന്തകളുടെ എണ്ണം കൊണ്ട് അവിടെ ഒരു ശുദ്ധീകരണം അഥവാ ക്ലീനിങ്, ഒരു പോസ്റ്റ് ക്രിയേഷൻ ഓഫ് പോസിറ്റീവ് തോട്ട്സ്, ഇതൊന്നും നമ്മൾ ചെയ്യാത്ത അഥവാ ഹീൽ ചെയ്യാത്ത ഒരു മെത്തേഡ് കൊണ്ട് തന്നെ ഡേ ബൈ ഡേ മനുഷ്യന്മാരുടെ ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. ഒരു 500 വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ആ വീരപുരുഷന്മാരുടെ ആ ശക്തി, ആത്മബലം, ശാരീരികമാവട്ടെ മാനസികമാവട്ടെ അതിൻ്റെ ഒരു 10-1 പോലും ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് കാണാനില്ല. കാരണം എന്തുകൊണ്ടാണ്? ഡേ ബൈ ഡേ ഒരു ജീവൻ കൊണ്ട് അവസാനിക്കല്ലോ. ആ ഊർജ്ജം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നല്ല മറ്റൊരു രൂപത്തിൽ, സംസ്കാരത്തിൻ്റെ രൂപത്തിൽ പകർന്നു കൊണ്ടുവന്നു. ഇവിടെ നിന്ന് ആ രീതിയിൽ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആത്മാവിൻ്റെ ഊർജ്ജവും ശക്തിയും ആത്മാവിൻ്റെ ക്വാളിറ്റി അഥവാ ആത്മീയ ഭാഷയിൽ പറയുകയാണെങ്കിൽ തമോ പ്രധാനത ആത്മാവിൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് സന്തോഷിക്കാൻ അഥവാ മനുഷ്യന് നേടാൻ പറ്റുന്നതായിരിക്കുന്ന കാര്യങ്ങളുടെ എണ്ണം ഇത്രയധികമായിട്ടും സുഖിക്കാനും സന്തോഷിക്കാനുമുള്ള സാധനങ്ങളെ ഇത്രയധികം ലോകത്ത് കണ്ടെത്തിയിട്ടും മനുഷ്യന്മാരുടെ ജീവിതം സങ്കടവും നിരാശയും സംഘർഷവും കൊണ്ട്, ഡിപ്രഷൻ കൊണ്ട് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. രോഗവും ശോകവും മനുഷ്യൻ്റെ മനസ്സിനെയും ജീവിതത്തെയും അങ്ങനെ തന്നെ അധീനമാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമ്മൾ കാണുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാർ ചിന്തകളിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യ വ്യക്തിത്വത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നതും. അതുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻ നമുക്ക് നിർബന്ധമാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഉപബോധ മനസ്സിനോട് നമുക്ക് സംസാരിക്കേണ്ടതെന്നായിട്ടുള്ള വീഡിയോ. നിർബന്ധമായിട്ട് നിങ്ങളത് കണ്ടു നോക്കണം. കാരണം നമ്മൾ നോർമൽ ലെവലിൽ 3 സമയങ്ങളാണ്, ഞാൻ ഒന്നുകൂടി പോയിന്റ് ചുരുക്കി പറയുകയാണ്. ഒന്ന് രാത്രി ഉറങ്ങാൻ പോകും മുന്നുള്ള സമയം, മറ്റൊന്ന് രാവിലെ ഉണർന്ന ഉടനെയുള്ള സമയം, പിന്നെ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ അത് അതിരാവിലെ സമയം, രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം, ഡയറക്റ്റായി സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയങ്ങളിൽ നേരിട്ടതിൻ്റെ പെർഫെക്റ്റ് ഫോമിൽ നമുക്ക് ഉത്തരം കൊടുക്കാം. ഞാനിതാണ്, ഞാൻ ശക്തിശാലിയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ മഹാനാത്മാവാണ്, എൻ്റെ ഇൻകം നിരന്തരമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ ധനവാനാണ് എന്നൊക്കെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം
അതേസമയം ഉപബോധ മനസ്സ് അത് കുറച്ച് ഇനാക്റ്റീവ് ആയിരിക്കുന്ന സമയം, ബോധ മനസ്സ് അതിനേക്കാൾ കൂടുതൽ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാനതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അതിനെ ബോധ മനസ്സിന് സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് ബോധ മനസ്സ് സ്വീകരിക്കും. അതുകൊണ്ട് ഈ രണ്ട് രീതികളിൽ നിരന്തരമായിട്ട് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനെ നമ്മുടെ വിഷ്വലൈസേഷൻ മെത്തേഡിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ എത്ര ശതമാനം പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൻ്റെ എണ്ണം കൂട്ടിയോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള അട്രാക്ഷൻസിൻ്റെ അളവും കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാനില്ല, സ്വയം ചെയ്യേണ്ട കാര്യമാണ് പോസിറ്റീവ് തോട്ട്സിൻ്റെ ക്രിയേഷൻ. അത് ഇന്നതാണ് ചെയ്ത് തരേണ്ടത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുമായിരിക്കും, പക്ഷേ അത് ചെയ്യേണ്ടത് സ്വയം നമ്മൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അതിരാവിലെ ഉണർന്ന ഉടനെയുള്ള സമയം, രാത്രി ഉറങ്ങും മുന്നുള്ള സമയം, ഈ രണ്ട് സമയത്തും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ ഞാനതാണ് എന്ന രീതിയിലുള്ളതായിട്ടുള്ള സങ്കല്പങ്ങളും, ഉണർന്നിരിക്കുന്ന സമയത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ സമ്പന്നനാണ്, ഇഷ്ടം പോലെ ധനം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, എൻ്റെ എല്ലാ സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങളും നീങ്ങിയിരിക്കുന്നു, ഞാൻ സാമ്പത്തികമായിട്ടുള്ള നല്ല സ്ഥിതിയിൽ ഗെറ്റപ്പിലായി മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പല രീതികളും നിങ്ങൾക്ക് തോട്ട് ക്രിയേറ്റ് ചെയ്യാം. അതേസമയം പകൽ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, എൻ്റെ വരുമാനം നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മൈ ഇൻകം ഈസ് ഇൻക്രീസിങ് കോൺസ്റ്റൻ്റ്ലി, നിരന്തരമായി, ഒരു ദിവസം രണ്ട് ദിവസമല്ല, ഓരോ ദിവസം കഴിയുന്തോറും നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോധ മനസ്സും സ്വീകരിക്കും, ഉപബോധ മനസ്സും സ്വീകരിക്കും. ഈ രീതിയിൽ ബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിലേക്കും നല്ല ചിന്തകളെ ആവർത്തിച്ച് ഉറപ്പിച്ച്, അഥവാ പോസിറ്റീവ് അഫർമേഷൻസിലൂടെ നമ്മുടെ സങ്കല്പത്തിൽ, നമ്മുടെ മനസ്സിലെ 80% വരുന്ന ട്രാൻസ്ഫറിങ്, അതിനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാൻ സാധിച്ചാൽ ഇന്ന് എത്ര തന്നെ രോഗാവസ്ഥയിലിരിക്കുന്ന മനസ്സാണെങ്കിലും ഡിപ്രഷനിലാണെങ്കിലും അഥവാ സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് അത് മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ അവസ്ഥയാണെങ്കിലും അറിഞ്ഞുകൊണ്ട് പോസിറ്റീവ് തോട്ടിൻ്റെ അഫർമേഷൻ ചെയ്ത് അതിൻ്റെ പോസിറ്റീവിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടിരിക്കുക. അധികം വൈകാതെ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒരു ഫ്ലോ വരാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയിൽ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈവൺ എന്ത് തന്നെ നെഗറ്റീവായിരിക്കുന്ന സാഹചര്യം വന്നാലും അതിനെയൊക്കെ പോസിറ്റീവിലേക്ക് മാറ്റി ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാവും സംസ്കാരമാവും. അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖകരമായ ദിവസങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസിലൂടെ നല്ല ദിനങ്ങൾ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.